യോ ബീമ ഗാസ് നമ്മളൊരു ട്രിപ്പ് പോവാണ്. നമുക്കറിയാവുന്നവരുടെ കൂട്ടുകാരായിട്ട് ഒന്നുമല്ല, കുറച്ച് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടാണ് പോകുന്നത്. ഞാനങ്ങനെ ആലപ്പുഴ വന്ന് ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്ത് ആലപ്പുഴ നേരെ എറണാകുളത്തേക്ക് പോകണം. ആലപ്പുഴ വന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ ഇനിയിപ്പം ട്രെയിൻ വരാനുണ്ട്. 10 മണിക്കാണ് ട്രെയിൻ. 10 മണിക്കാണ് ട്രെയിൻ. 10:30-11 മണിയായപ്പോഴാണ് വന്നത്. അങ്ങനെ നേരെ പ്ലാറ്റ്ഫോമിൽ കൂടെ തേരാപ്പാര തെണ്ടിക്ക് തിരിഞ്ഞ് കുറേ നേരം അങ്ങനെ നടന്നു. അങ്ങനെ നോക്കുമ്പോൾ കുറേ നേരം ട്രെയിൻ വന്ന് അങ്ങനെ അതിനകത്തെങ്കിലും ഉന്തുന്നള്ളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ചാടി കയറണം എന്നുള്ള പ്ലാനായി. അങ്ങനെ പ്ലാനിൽ നിൽക്കുമ്പോൾ ട്രെയിൻ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തടുത്ത് വരുന്നുണ്ട്. എന്താ ട്രെയിൻ അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ട്രെയിൻ അങ്ങനെ മാവേലിക്കര എത്തി. മാവേലിക്കരയിൽ നിന്ന് ഇപ്പം പെട്ടെന്ന് ട്രെയിൻ എടുത്ത് ഞാൻ ഓടിക്കയറുമായിരുന്നു ട്രെയിനകത്ത്. പണി കിട്ടിയാണ് ചിലപ്പം. പിന്നെ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ ട്രെയിൻ പെട്ടെന്ന് വിട്ടാൽ ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. അങ്ങനെ ആരും ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ട്രെയിനകത്ത് കയറി കുറേ പേര് നിൽക്കുന്നുണ്ട്. കുറേ നാൾ ഞാനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് എറണാകുളത്ത് പോകുന്ന ബസ്സിലാണ്. അതുകൊണ്ട് ട്രെയിനകത്ത് പോയിട്ട് കുറേ നാളായി. അതും രാത്രിയിൽ ട്രെയിനകത്ത് പോയിട്ട് കുറേ നാളായി. ലാസ്റ്റായിട്ട് പോയത് നൗഫലിക്കായിട്ട് ബോംബെയിലാണ്. ഒന്നെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ തന്നെ വെയിറ്റിംഗ് ഹാളിൽ സെറ്റ് ചെയ്യാം, മീൻസ് റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ സ്റ്റേ അടിക്കാം എന്നുള്ള മൈൻഡാണ്. അല്ലെങ്കിൽ ഇവിടെ തന്നെ അവന്മാരാരെങ്കിലും വിളിച്ചിട്ട് ഡിക്സിനെ പോലെ വിളിച്ചിട്ട് ഞാൻ റൂം എടുക്കും. അവന്മാരുടെ പരിചയത്തിൽ റൂമുണ്ട്, അതായിരിക്കും പെട്ടെന്ന് തോന്നുന്നത്. എന്നാലും ഇവിടുത്തെ റെസ്റ്റ് റൂമിൽ കയറി അങ്ങനെയാണ് നോക്കാം. ആലപ്പുഴയിൽ അത്യാവശ്യം നല്ലതാണ്. ഞാൻ ആലപ്പുഴയിൽ കൂടുതലും വെയിറ്റ് ചെയ്യുന്ന റെസ്റ്റ് റൂമിലാണ്. അങ്ങനെ റൂമും കാര്യങ്ങളൊന്നും എടുക്കാറില്ല. ഇവിടുത്തെ എങ്ങനെയാണെന്ന് അറിയാം. വെയിറ്റിംഗ് ഹാളാണ് പോലും ഗൈസ്, വെയിറ്റിംഗ് ഹാൾ. മത്തി എടുക്കാനായിട്ടാണ് കിടക്കുന്ന ആൾക്കാർ. വെയിറ്റിംഗ് ഹാൾ. പിന്നെ ഞാനൊന്നും നോക്കില്ല. കുറച്ച് നേരം ഇവിടെ നിന്ന് ഫോൺ കുത്തിയിട്ട് ചാർജാക്കി ഡിക്സിനെ വിളിച്ച് മോനെ മുത്തേ എനിക്ക് റൂം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞു നീ കയറി വാന്ന് പറഞ്ഞ് അങ്ങനെ റൂം എടുത്ത്. ഭയങ്കര പോസ്റ്റും ബാത്റൂമും കുളത്തിലാക്കി നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നടന്നാണ്. ബാഗൊന്നും അവിടെ വെച്ചിട്ട് നടക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും സ്കീം ചെയ്ത് കഴിഞ്ഞാൽ സീനാവും. സോ ബാഗ് ഞാൻ തോളത്താൻ എടുത്തിട്ട് വെച്ച് പുറത്തോട്ടാണെങ്കിൽ കിട്ടുന്ന രക്ഷയില്ല. വേറെ നല്ല റൂമൊന്നും കിട്ടത്തില്ല ഇവിടെ, പോസ്റ്റാണ്. അപ്പോൾ ഇവിടെ തന്നെ എവിടെയെങ്കിലും സെറ്റിലായിട്ട് രാവിലെ എണീറ്റ് പോകണം. അതാണ് നമ്മളങ്ങനെ റൂം എടുത്ത്. ചെറിയ റൂമാണ്, വേറെ സെറ്റപ്പല്ല, ബാത്റൂമുണ്ട്. ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് റൂമെടുത്ത്. അപ്പം നല്ല ക്ഷീണമുണ്ട്. അതെല്ലാം സെറ്റായി ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് ഇവിടെ മുറങ്ങിട്ടെ ചെറുതാണ്. ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റണം, വിളിക്കാനൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഇവിടെ മുറങ്ങിട്ടെ ഞാൻ ഇറങ്ങിയിട്ട് ഓക്കെ.